സൃഷ്ടിക്കാൻ സാധിക്കണമെങ്കിൽ പ്രൈവറ്റ് മേഖലയൊക്കെ വളർത്തുന്ന ഒരു പ്രത്യയ ശാസ്ത്രം വേണം. നമ്മുടെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അങ്ങനത്തെ ഒരു പ്രത്യയ ശാസ്ത്രം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങിയാൽ ഉടനെ അത് പൂട്ടിക്കാനും അവനേതാണ്ട് ലാഭം ഉണ്ടാക്കാനല്ലേ പിന്നെ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുമോ, അവൻ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നേ എന്ന് പറഞ്ഞ് അവനെ തളർത്താനും അവന്റെ പ്രസ്ഥാനം പൂട്ടിക്കാനും എല്ലാം ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പ്രത്യാശയില്ല. ഞങ്ങൾ എന്നതിനാ പഠിക്കുന്നത്? ഞാൻ എന്റെ പിള്ളേരോട് പറയും, മക്കളെ നിങ്ങൾ PSC പരീക്ഷ എഴുതണം. പിള്ളേർ പറയുന്നത് എന്റെ പിതാവ് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? PSC പരീക്ഷ എഴുതിയാലൊന്നും കിട്ടത്തില്ല. ഒന്നാമത് നമുക്ക് കിട്ടത്തില്ല, നമുക്ക് സംഭരണമില്ല. ഇനി കിട്ടിയാലോ അവൻ വിളിക്കുന്നത് നമ്മള് ചാകാറാകുമ്പോഴായിരിക്കും അവൻ ജോലിക്ക് വിളിക്കുന്നത്. അതിനു മുമ്പ് അവന് വേണ്ടപ്പെട്ടവരെല്ലാം അവൻ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കും. എന്തോ ഒരു വിശ്വാസമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ ഈ സംവിധാനത്തിൽ. പിന്നെ എങ്ങനെയാണ് അവരിവിടെ നിൽക്കുന്നത്? കൃഷി ചെയ്യാന്ന് വെച്ചാൽ അവിടെ മുഴുവൻ കാട്ടുമൃഗങ്ങൾ. അതെ, ഇന്നലെയും കാട്ടാന കുത്തിക്കൊന്നു ഒരാൾ. നമ്മൾ കാട്ടാനകളിൽ നിന്നും കാട്ടുപന്നിയൊന്നും അല്ല, അത് റബ്ബർ തോട്ടത്തിലൊക്കെ പെറ്റി വരുന്ന പന്നികളാണ്. അതൊക്കെ നമ്മുടെ നാട്ടുപന്നികളാണ്. അതിൽ നിന്ന് പോലും മനുഷ്യനെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ അത് സങ്കടം വരും. അത് അവര് പറയുന്നത് ഈ അടുത്ത നാളിൽ ഞാൻ കേട്ടു, കേന്ദ്ര നിയമമാണ്, നാട്ടിൽ പുലി ഇറങ്ങിയാൽ ഉടനെ കമ്മിറ്റി കൂടണം, കമ്മിറ്റി കൂടി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുമ്പോൾ പുലി ഇറങ്ങി മനുഷ്യനെ കൊന്നാല് അതും അടുത്ത കമ്മിറ്റി വെച്ച് ചർച്ച ചെയ്യണം. ഇങ്ങനെ ചർച്ച ചെയ്ത് നഷ്ടപരിഹാരം കൊടുക്കുക എന്നല്ലാതെ പുലി ഇറങ്ങാതിരിക്കാനുള്ള ഒരു മാർഗവും അവരുടെ കയ്യിലില്ല. കാട്ടുമൃഗങ്ങളെ ഉൾക്കൊള്ളാൻ ആവുന്ന കാടുകളൊന്നുമല്ല നമ്മുടെ കാടുകൾക്ക് ഉൾക്കൊള്ളാൻ ആവാത്തതിലും കാട്ടുമൃഗങ്ങൾ ഇപ്പോ ഉണ്ട്. ഇഷ്ടംപോലെ ആനയൊക്കെ പെരുകി, കടുവായും പുലിയും എല്ലാം പെരുകി ജീവിക്കുകയാണ്. അവരെല്ലാം പുറത്തോട്ടിറങ്ങുമ്പം അത് തടയാതിരിക്കുന്ന വനപാലകർക്കെതിരെ കേസില്ല. പക്ഷെ എങ്ങാനും ഒരു മനുഷ്യൻ ആ കാട്ടുപന്നിയെ വെടിവെച്ചാൽ അവനെതിരെ കേസാണ്. എന്താണ് ഈ ലോകം എന്ന് നമ്മൾ അത്ഭുതപ്പെടും. കാട്ടുമൃഗങ്ങളിൽ നിന്നും തെരുവ് പട്ടികളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക ഘടനയുള്ളപ്പം നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാനായിട്ടാവുമോ? അവിടെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉണരണം. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങണം. ആർക്കെങ്കിലും വോട്ട് ചെയ്ത് ആരെയെങ്കിലും വിജയിപ്പിച്ച് അങ്ങനെ അങ്ങ് പോകാതെ നമ്മളുടെ പൊതുസമൂഹത്തിൽ വളരെ സജീവമായ ചർച്ചകൾ ഉണ്ടാവണം. എന്താണ് നമുക്ക് വേണ്ടത്? കാരണം വിദ്യാഭ്യാസം നേടിയ ഒരു ജനതയാണിത്. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ഒരു ജനതയാണിത്. നമ്മളെ ഇതൊന്നും ഇല്ലാത്തവരെ പോലെ പരിഗണിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാര് വേറെ വല്ല രാജ്യങ്ങളിലും പോയി അനധികൃത കുടിയേറ്റക്കാരായിട്ട് കരുതപ്പെട്ടു. നമ്മളൊന്ന് ഓർത്ത് നോക്കിയ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ട്രംപ് കയ്യാമം വെച്ച് പ്ലെയിനെ കയറ്റി നാട്ടിലോട്ട് വിടുക എന്നൊക്കെ പറയുന്ന അവസ്ഥ എത്ര ശോചനീയമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവജനങ്ങൾക്ക് പ്രത്യാശ നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും കൃഷി ആദായകരമായിട്ട് കൊണ്ട് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മിടുക്കരായ ചെറുപ്പക്കാർ കൂടി കൃഷിരംഗത്തേക്ക് തിരിയും എന്നുള്ളതാണ് വാസ്തവം. അതല്ലാതെ വിദേശ പണത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ വീണ്ടും പരാജയങ്ങളിലേക്ക് പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം.